എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തിരുവോണമൊക്കെ കഴിഞ്ഞില്ലേ, അപ്പം ഞങ്ങൾ വിചാരിച്ച് എന്തായാലും ഞാനും വന്നിരിക്കുകയാണ് ദൂരത്തു നിന്നല്ലേ, അതായത് കണ്ണൂരിൽ നിന്ന് എൻ്റെ നാട്ടിലേക്ക് ആലപ്പുഴയിലേക്ക്. അപ്പോൾ അമ്മ പറഞ്ഞു എൻ്റെ മോള് വന്നതല്ലേ, എന്നാൽ കുറച്ച് ബീഫ് വാങ്ങിച്ചാലോ എന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ ബീഫ് കറി ഉണ്ടാക്കാമെന്ന്. അപ്പം നമുക്ക് ബീഫ് കറി വെക്കുന്നതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാമല്ലേ, എന്നാ ബാ. അപ്പോഴേക്കും രമ്യ വന്നു കേട്ടോ, ബീഫ് എടുത്ത് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ ചെയ്യാമെന്ന് പറഞ്ഞ്. അങ്ങനെ അവൾ അതിനകത്തിലെ വലിയ കഷ്ണം ഒക്കെ ഉള്ളത് മുറിച്ചിടാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അവൾ അങ്ങനെ കഷ്ണമെല്ലാം ചെറുതാക്കി എടുത്ത് അതിനാവശ്യത്തിനുള്ള നെയ്യും കുറച്ചുണ്ടായിരുന്നു കേട്ടോ. നല്ല എനിക്ക് നെയ്യ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നെയ്യ് ഉണ്ടായിരുന്നു കൂട്ടത്തിൽ. എന്തെടുക്കുവാ? ഞാൻ ഉള്ളി പൊളിക്കുക. ബീഫ് കറിക്ക് വേണ്ടതല്ലേ? എന്തൊക്കെയാ അമ്മ ചെയ്യുന്നത്? ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി ആകുമ്പോ ടേസ്റ്റ് കൂടുമല്ലോ അല്ലേ? പിന്നെ സവാള വേണം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ തേങ്ങാക്കൊത്ത്. തേങ്ങാക്കൊത്തൊക്കെ വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് വഴറ്റിയെടുക്കാം അല്ലേ? കണ്ണ് നീറുന്നുണ്ടല്ലോ അമ്മയ്ക്ക്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടതല്ലേ? ഓക്കെ. അതെന്തോ കുക്കറിലിടാൻ പോവാ? കുക്കറിലിടുക. ഓക്കെ. അപ്പൊ കുക്കറിൽ 7 ഫിസിലടിക്കണം അല്ലേ? ഓക്കെ. ഇതിനെ എല്ലാം ചേർത്ത് ഇച്ചിരി നേരം വെച്ചേക്കണം. ഇച്ചിരുന്നിട്ട് വേണം വേവിക്കാൻ. ഇതെല്ലാം മസാല പിടിക്കത്തുള്ളൂ. ഓക്കെ. ഇനി മഞ്ഞപ്പൊടി വെക്കാനാച്ച്. പെരട്ടി വെച്ചേക്കണം കുറച്ചു നേരം അല്ലേ? ഓക്കെ. മഞ്ഞപ്പൊടി ഇട്ടു. 1 സ്പൂൺ ഇട്ടില്ലേ? ഓക്കെ. ഇനി അതെന്താ? 1 സ്പൂൺ മല്ലിപ്പൊടി. 1 സ്പൂൺ അല്ലേ? ഇത് ഗരം മസാല എല്ലാം കൂടെ പൊടിച്ചു വെച്ചതാ. കൂട്ടെല്ലാം കൂടെ പൊടിച്ചു വെച്ചു നമ്മുടെ വീട്ടിൽ തന്നെ ഇട്ടിട്ടല്ലേ? ഓക്കെ. കടയിൽ നിന്നൊന്നും മേടിക്കത്തില്ല. എല്ലാം അമ്മ പൊടിച്ചു വെക്കുക. മുളക് പൊടി ചേർക്കണ്ടേ? ചേർക്കണം. ഓക്കെ. മുളക് പൊടി. അതെന്നതാ? ഇത് ഇച്ചിരി കുരുമുളക്. ഇതെല്ലാം പൊടിയായിട്ട് എല്ലാം കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ആ ബീഫിലെല്ലാം പിടിക്കും. 1 സ്പൂൺ മുളക് പൊടി. 2 സ്പൂണോ? 1.5 സ്പൂൺ. ഓക്കെ. പിന്നെ പുളിക്ക് വേണ്ടിയിട്ടായിരിക്കും. നാരങ്ങയ്ക്ക് പകരം? നാരങ്ങയ്ക്ക് പകരം. എളുപ്പം വേവും. പിന്നെ എന്ത്? ഉപ്പ്. ഇച്ചിരി ഉപ്പിട്ട് 1 സ്പൂൺ ഉപ്പ്. ഓക്കെ. ശകലം കൂടി ഇടാം. പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കും എൻ്റെ പുറത്ത്. ഓക്കെ. ഇനി എല്ലാം കൂടെ പെരട്ടണം അല്ലേ? എല്ലാം കൂടെ പെരട്ടി വെക്കണം. ഓക്കെ. പെരട്ടി എത്ര നേരം വെച്ചേക്കണം? ഒരു 5 മിനിറ്റ് വെച്ചേക്കണം. ഓക്കെ. കറിവേപ്പില. പിന്നെന്താ അതിലേക്ക്? ഇച്ചിരി പച്ചമുളകും ഇഞ്ചി, വെളുത്തുള്ളി അല്ലേ? ഇഞ്ചി ഇങ്ങനൊന്നുമില്ല. ഇച്ചിരി ഉള്ളി. കുറച്ച് ഉള്ളിയും കൂടി. എല്ലാം കൂടി ഇട്ട് പരട്ടണം. നെയ്യും വെളിച്ചെണ്ണയും ഒഴിച്ചില്ലേ? 2 ഏലക്ക ഇട്ട്
പട്ട, ഗ്രാമ്പു, തേങ്ങാക്കൊത്ത്. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാ ഇടുന്നത്? ഇഞ്ചി ഇട്ടു. ബീഫ് എന്തോ മണം വരുന്നുണ്ട്. വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, കൊച്ചുള്ളി സവാളയും കൂടെ. അല്ല, കൊച്ചുള്ളി സവാള കൊച്ചുള്ളി മാത്രമാ? പാടാനിപ്പിക്കും എളുപ്പം. അപ്പൂക്കുട്ടൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കിടക്കുവാണ് കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇന്നത്. മുളക് പൊടി ആണ്. കേട്ടെ, നേരത്തെ ഇട്ടിട്ടുണ്ട് ഇച്ചിരി. ഇതിൽ കടന്നൊന്ന് ഇതൊന്ന് വരണ്ട്. ഒന്ന് അടച്ചു വെക്ക്. ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോഴേക്കും കേട്ടോ. അങ്ങനെ പാത്രം വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, പിന്നെ കുറച്ച് പെരുംജീരകവും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് അതിലേക്ക് താളിക്കാൻ വേണ്ടിയിട്ടായിരുന്നേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഇതെല്ലാം ഇളക്കി വരുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇറച്ചിയെല്ലാം കൂടെ ഒന്ന് ഇളക്കി തത്തിപ്പൊത്തി വെക്കുക. അങ്ങനെ കറിയെല്ലാം വെന്ത് അച്ഛന് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളും എടുത്തു കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. രമ്യൊക്കെ കഴിച്ചിട്ട് പറഞ്ഞു ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, ഓക്കെ, സീ യു.